ഹായ് ചെങ്കളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ചെങ്കളെ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഹൗസ് ഡ്രൈവറുടെ വൽ ദിവസം. അപ്പോൾ ചെങ്കളെ, ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ അണ്ണൻ്റെ വക സാൾട്ട് മാംഗോ ട്രീ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മാഡം വിളിച്ചു. പിന്നെ ചട്ടപ്പട്ടേന്ന് വന്ന് റെഡിയായി ഇതാ പോകാനായിട്ട് പോവാണ്. ഇന്ന് നമ്മുടെ പേടക്കം നിസാനാണ്, നിസാൻ പട്രോൾ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാം. സമയം 9:25, 40 ഡിഗ്രി ചൂടാണ്. ഹായ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിലെ ഹൃദയഭാഗത്താണ്. ഖത്തറിൻ്റെ ഹൃദയഭാഗത്ത് DECCയിലാണുള്ളത്, ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻറ്ററിൽ. ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ദോഹ എക്സിബിഷൻ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ 2 ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഒന്ന് സമ്മർ ട്രേഡിംഗ് ഫെയർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, മറ്റൊന്ന് ടോയ്സ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. രണ്ടും 2 സ്ഥലത്താണ്, ഒരു ഹാളിലാണ്. ഗേറ്റ് നമ്പർ 3, 4 നടക്കുന്ന സമ്മർ ട്രേഡിംഗ് ഫെസ്റ്റിവലും ഗേറ്റ് നമ്പർ 1, 2 നടക്കുന്ന ടോയ് ഫെസ്റ്റിവലാണ്. അപ്പോൾ അവിടെയാണ് ഞാനുള്ളത്. ടോയ് ഫെസ്റ്റിവലിൻ്റെ ടിക്കറ്റ് എടുക്കുന്നതിന് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്നാൽ ടിക്കറ്റ് എടുക്കാം. അപ്പോൾ എൻട്രി ഫീ വരുന്നത് 50 ഖത്തർ റിയാലാണ്. അതുപോലെ ഫാസ്റ്റ് ട്രാക്ക് ടിക്കറ്റ് വരുന്നത് 300 റിയാലാണ്. ഫാമിലി എൻട്രി ടിക്കറ്റ് വരുന്നത് 200 റിയാലാണ്. അതുപോലെ സീസണൽ ടിക്കറ്റ് 450, VIP ടിക്കറ്റ് 1500 നമുക്ക് ഓൺലൈനായിട്ടും അല്ലാതെയും നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. ഓൺലൈൻ കിട്ടിയില്ല എങ്കിൽ, ചില സമയത്ത് ഓൺലൈൻ കിട്ടാറില്ല, ഓൺലൈൻ കിട്ടിയിട്ടില്ല എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. ടോയ് ഫെസ്റ്റിവൽ ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 14 വരെയാണ് ഇവിടെ DECCയിൽ ഉള്ളത്. സമയം 2 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. ഇതിൻ്റെ ഒരു വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ വൈഫ് ഇവിടെ ഉള്ള സമയത്ത്. അതുപോലൊരു ടോയ് ഫെസ്റ്റിവലാണത്. നല്ല ഭീമാ ഗടാഗടിയന്മാരായിട്ടുള്ള കരടി. ഇതിൻ്റെ പുറത്തും ഒരുപാട് ടെഡി ബിയറുകൾ ഇരിപ്പുണ്ട്. ടെഡി ബിയർ മാത്രമല്ല, വേറെ ഏതൊക്കെയോ കുറേ ടോയ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ടെഡി ബിയറിനെ വളരെ ലാഘവത്തോടെ നോക്കുന്ന ഒരു മിസ്റ്റർ ബീൻ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും അല്ലേ. അപ്പോൾ അതാ നമ്മൾ മിസ്റ്റർ ബീൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. എന്നെ കണ്ടത് മിസ്റ്റർ ബീൻ ഒരു ചിരിഞ്ഞ ചളിച്ച ഒരു നോട്ടം. അപ്പോൾ ഈ പരിപാടി തുടങ്ങുന്നത് 2 മണിക്കാണ്, ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ടിക്കറ്റ് ഫെയറൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ, അതാണ് ടിക്കറ്റ് ഫെയറൊക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് കാഴ്ചകളൂടെ ഉണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റേതായ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓൺലൈൻ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ദോഹയുടെ ഹൃദയഭാഗത്താണുള്ളത് എന്ന്. ഭീമാകാരമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് എനിക്ക് ചുറ്റാകെ കാണുന്നത്. നമുക്കിതിൻ്റെ അകത്തൊക്കെ കയറിയിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ രാവിലെ വന്നത് കൊണ്ട് ഇത് ഓപ്പൺ ആയിട്ടില്ല, 2 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് റൈഡ്സുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ഓടി ഞാനിപ്പോൾ വന്നത് മൈദറിലുള്ള അൽ വത്നാൻ മാളിലാണ്. ഈ മാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ മാളിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഫാമിലിക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ. എല്ലാ ദിവസവും 3 മണി മുതൽ 10 മണി വരെ ഫാമിലിക്കാണ്. ബാക്കി സമയങ്ങളിൽ നമുക്ക് നമ്മളെ പോലുള്ള സിംഗിൾസിന് വരാം. അല്ലാത്ത സമയം വന്നു കഴിഞ്ഞാൽ കയറ്റൂല. ഈവനിങ് ടൈം 3 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് വരണം, അല്ലെങ്കിൽ ആരെങ്കിലും ഫാമിലി ആയിട്ട് വരണം. നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ആരെങ്കിലും ഫാമിലി ആയിട്ട് വരണം, എന്നാൽ മാത്രമേ ഇവിടെ അലൗഡ് ഉള്ളൂ. ഇതിനകത്തുള്ള വീഡിയോസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു അരമണിക്കൂർ നേരം മാത്രമേ നമ്മുടെ മാഡം ഇവിടെ സ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് ആ മാറും അതിൻ്റെ സ്ഥലങ്ങളൊന്ന് പരിസരങ്ങളൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാൻ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ വിളിച്ചു, അപ്പോൾ ഞാൻ പോവുകയാണ്. അടുത്തത് എങ്ങോട്ടാണെന്നറിയില്ല. അവസാനം കറങ്ങിത്തിരിഞ്ഞ് 11:30 ആയപ്പോൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടിയും തന്നിട്ടുണ്ട്, ഒരു 2 മണിക്ക് ഇവർക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 1.5 മണിക്കൂർ സമയം. ഇവിടെ നമ്മുടെ സ്ക്രാപ്പിന്റെ ആൾക്കാരാണ്. ഇപ്പൊ പഴയ വസ്തുക്കൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ്ട് അത്, ആ കറുത്ത സാധനം, അതാണ്ട് അത്, ഇതിനെടുക്കോ. നട്ട് ഉച്ചയെ 3:45 സമയം. വണ്ടികൾ നിരനിരയായി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വിളി വന്നു, 2 മണിയാണ് പറഞ്ഞ സമയം. കട്ട വെയില. ഇപ്പൊ മൂടങ്ങോട്ട് വെക്കുമ്പോ അറിയാം.
ഒരു രക്ഷയില്ല മക്കളെ, വെളിയിൽ കിടക്കുന്ന വണ്ടിയാണ്. എന്താ ചൂട് എന്റെ പൊന്നോ, ഒന്നും പറയണ്ട. 1:56 സമയം, 45 ഡിഗ്രി ചൂട്. മേക്കപ്പ് ഒക്കെ ചെയ്ത് കയറിയ ഞാനാണ്. സംഭവം മേക്കപ്പ് ഒക്കെ ഒലിച്ചു പോയി. ഇനിയിപ്പോ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. വണ്ടിക്കകത്ത് ഇനി മേക്കപ്പ് സെറ്റ് ഒക്കെ എടുത്ത് വെക്കേണ്ടി വരും ഈ അവസ്ഥയിലാണെങ്കിൽ. എങ്ങോട്ടാണാവോ ഈ ജൈത്രയാത്ര? അപ്പോ ചെങ്കളെ, കട്ട ചൂടാണ്, വെള്ളം കൂടി മസ്റ്റാണ്. എപ്പോഴും ഞാനിതാ ഇതുപോലെ ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ട് നടക്കും. അപ്പൊ ഇതാ ചെങ്കളെ, നമ്മള് വില്ലാജൂല് എത്തിയിരിക്കുകയാണ്. വില്ലാജു ഡോറ് 8. അവിടെ നമ്മുടെ മലയാളിച്ച് നമ്മുടെ മാഡം സലൂണിൽ വന്നതാണ്. ഇപ്പോഴത്തെ ചൂടത്ത് വണ്ടിയിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എന്തായാലും വില്ലാജിന്റെ അകമൊക്കെ ഒന്ന് നടന്ന് കാണാം. ഇവിടെ കയറി വരുന്ന സ്ഥലത്ത് ഒരു ബച്ചാറ്റി ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഇന്ത്യൻ്റെ സാധനമാണെന്നാണ്, ബച്ച കോഫി. പക്ഷെ അതിന്റെ ഡിസൈനൊക്കെ സൂപ്പറാണ്. പിന്നെ ഞാൻ വന്നത് VIP ഡോറിലാണ് കേട്ടോ. അപ്പൊ VIP ഡോറിന്റെ ഭാഗത്താണ് ഞാനുള്ളത്. ശരിക്കും വില്ലാജുവിന് ഒരുപാട് ഡോറുകളുണ്ട്. നമ്മൾ അത് വേറെ വീഡിയോസിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ VIP ഡോറിന്റെ ആ ഭാഗത്തുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണുന്നത്. നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ അതിമനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക, ചെറിയ ഒരു വെള്ളച്ചാട്ടവും ഒരു പോണ്ടൊക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിളി വന്നു 3:32 ആയപ്പോഴത്തേക്ക് വിളി വന്നു. നമ്മൾ പോണേ. അടുത്ത പരിപാടി എന്താണെന്ന് നോക്കട്ടെ. അങ്ങനെ ആ വരവ് വീണ്ടും നമ്മൾ ഉമ്മാടെ വീട്ടിലെത്തി. ഒരു രക്ഷയില്ല മക്കളെ, ഉമ്മാടെ വീട് വിട്ട് ഒരു കളിയില്ല. എന്തായാലും അബദ്ധം പറ്റി. ഇനി സ്കൂൾ അടയ്ക്കുമ്പോൾ എല്ലാ വർഷവും നാട്ടിൽ ഞാൻ പോകും. കാരണം ഈ പ്രാവശ്യം സ്കൂൾ അടച്ചപ്പോൾ ഇവര് ട്രാവല് പോകുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എല്ലാ പ്രതീക്ഷകളും താളം തെറ്റിച്ചു. നമ്മുടെ മറ്റു 2 ഡ്രൈവർമാരും നാട്ടിൽ പോയി, ഞാൻ മാത്രം ഇവിടെ നിൽക്കും. പണി പന്തലിക്കും. അതുകൊണ്ട് ഇനി വരുന്ന വർഷങ്ങളിൽ സ്കൂൾ വെക്കേഷൻ ആകുമ്പോൾ എന്തായാലും നാട് പിടിക്കണം. 15 മിനിറ്റ് അതിനകത്തിരിക്കേണ്ടി വന്നു. അപ്പോഴേക്കും വിളി വന്ന്. ഇനിയിപ്പോ മഴ എടുത്തിട്ടുള്ള കറക്കമാണോ അതെ ഇനി നേരെ വീട്ടിലേക്കാണോ അറിയില്ല. മഴ എടുത്തിട്ടുള്ള കറക്കാണെങ്കിൽ കുറച്ച് താമസിക്കും, വീട്ടിലേക്കാണെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പൊ എന്തായാലും സന്തോഷമായി. ആ വരവ് നേരെ വന്നത് ഖത്തർമാളിലേക്കാണ്. എനിക്ക് തോന്നി അവിടെ വന്നു കഴിഞ്ഞാൽ പണി 8-ൻ്റെത് കിട്ടുമെന്ന്. അപ്പൊ എന്തായാലും എന്താ ഖത്തർ മോളിലെ മൊത്തം കാഴ്ചകളൊന്നും കാണിച്ചു തരൂല, എന്നാൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ.